Good afternoon, all. Good afternoon. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, class ഒക്കെ കേട്ട് ടയർഡ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. Afternoon, ma'am. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഹോസ്പിറ്റൽ വാർഡിനെ പറ്റിയുള്ള ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ വാർഡിനെ പറ്റി പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് നമുക്ക് തുടക്കം തുടങ്ങി പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞത് അല്ലെ. എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്? A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term depending upon the severity of condition. അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഒരു റൂമാണ്. അവിടെ ധാരാളം ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ധാരാളം പേഷ്യൻസിന് വേണ്ടി. സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും. ലോങ് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേമോ ആയിരിക്കും. അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും അവർ ലോങ് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേമോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ നോക്കിയായിരുന്നു കുറച്ച് പർപ്പസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഡയഗ്നോസിസ്, ടീച്ചിങ്, റിസർച്ച്, ഭയങ്കര പ്രൊഫഷണൽ അല്ലെ, അങ്ങനെ കുറച്ച് പർപ്പസുകൾ പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ നോക്കി വാർഡ് സ്പേസുകൾ. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള വാർഡ് സ്പേസ് ആണുള്ളത്. നമ്മളൊരു കോഡൊക്കെ ഇട്ട് പഠിച്ചായിരുന്നു അല്ലെ. PNC, പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ദെൻ മെയിൻ ആയിട്ട് 2 വാർഡുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ജനറൽ വാർഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ് അല്ലെ. സ്പെഷ്യലൈസ്ഡ് വാർഡിൽ നമ്മൾ പറഞ്ഞു കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഗൈനക്കോളജി. അതെ അതെ, എന്റെ ചാപ്റ്ററിൽ ഞാൻ പേരെഴുതിയേക്കിട്ടാണ് അറിയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എഴുതിയതിന്റെ പേര് എഴുതി വെച്ചോളൂ നിങ്ങൾ. എക്സാം ഇല്ലെന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? ഒരാളെങ്കിലും ചോദിച്ചല്ലോ. ബാക്കിയുള്ളവരൊക്കെ ചോദിക്കാണ്ടിരിക്കരുന്ന, മറന്നുപോയോ നിങ്ങൾ എക്സാമിന്റെ കാര്യം? പഠിക്കാത്തവരായിരിക്കും ഓർമ്മിപ്പിക്കാത്തത് അല്ലേ. ഓക്കെ, എക്സാം ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ കഴിഞ്ഞ ബാച്ചിന് എക്സാം ഞാൻ ഇട്ടായിരുന്നു. നിങ്ങളുടെ വേറൊരു ക്ലാസ് ഉണ്ടല്ലോ, അവർക്ക് രാവിലെ എക്സാം ഇട്ടായിരുന്നു. നന്നായിട്ട് എല്ലാവരും എക്സാം ഒക്കെ എഴുതി കേട്ടോ. നല്ല മാർക്കൊക്കെ ഉണ്ട്. സോ നമുക്ക് എക്സാം ഇടാം. കുറച്ച് സെക്ഷൻ എടുത്തിട്ട് ശേഷം ടീച്ചർ എക്സാം ഇടാം കേട്ടോ. പഠിച്ചിട്ടുണ്ട് എല്ലാവരും? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദെൻ അപ്പൊ നമ്മള് കുറച്ച് സ്പെഷ്യൽ വാർഡുകളെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു ഞാൻ ആബ്സെന്റ് ആയിരുന്നു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, നമ്മള് റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ? ഞാനും ഇല്ല, ക്ലാസ് എഴുതിയെടുത്തില്ല. കുറച്ച് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീക്കിലോ ഫുൾ നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ദയവ് ചെയ്ത് കാണണം. കാരണം കണ്ടിന്യൂഷൻ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷനിൽ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം. നിങ്ങൾ അതിനാ ഞാൻ പറഞ്ഞത് കയ്യിൽ ആ കോപ്പി എപ്പോഴും വേണം. കാരണം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് സ്വയം ഇതൊക്കെ എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ, മനസ്സിലാക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് കേട്ടോ. ക്ലാസ് റൂമിലുള്ള ക്ലാസ് ആണോ? ക്ലാസ് റൂമിലുള്ളതാണോ? നിങ്ങൾക്ക് റെക്കോർഡ് ഇട്ട് തരുന്നത് ഈ ഒരു സെയിം ക്ലാസ് തന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തരുന്നുണ്ട്. ഈ സെയിം ക്ലാസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർ എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു വാർഡില് മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയായിരുന്നു അല്ലെ. ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. അപ്പൊ ഈ ഏരിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി വീണ്ടും ടീച്ചർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് നമ്മൾ എടുത്തായിരുന്നോ? ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ഏരിയ ഏതൊക്കെയെന്ന് പറഞ്ഞ കെമിക്കൽ ഏരിയ, സാനിറ്ററി ഏരിയ എന്ന് പറയോ? ഓക്കെ, ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഉൾപ്പെടുന്നതാണ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. പേഷ്യന്റ് ഉണ്ടാവും, അവിടെ നഴ്സിംഗ് ഏരിയ ഉണ്ട്, നഴ്സിംഗ് കൗണ്ടർ. ഇവ മൂന്നും ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മൾ ക്ലിനിക്കൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെക്ഷൻ ഓക്സിലറി ഏരിയ. ഓക്സിലറി മീൻസ് ഒരു ഹെൽപ്പിംഗ് അല്ലെങ്കിൽ അതുമായിട്ട് ഹെൽപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അത് നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും, നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് ഓക്സിലറി ഏരിയ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തത് ആൻസിലറി ഏരിയ. അതായത്
ആൻസിലറി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധം എന്നൊക്കെ ഒരു മീനിങ്. ആൻസിലറി ഏരിയയിൽ ഉൾപ്പെടുന്നതാണ് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. ഇവിടെ വരുന്നത് പാൻട്രി എന്ന് പറഞ്ഞാല് മറ്റു പാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു വാർഡിലെ ഒരു ഏരിയ ഉണ്ടാവില്ലേ, അത്. ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു റൂം തന്നെ. ട്രോളി ബേ മീൻസ് നമ്മൾ പറഞ്ഞു മെഡിസിൻസും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു ട്രോളി പോലത്തെ സംഭവത്തിൽ കൊണ്ടുവന്നത് കാണാറില്ലേ നിങ്ങള്, ആ ഒരു സംഭവം. അപ്പൊ അത് ഉൾപ്പെടുന്നതാണ് ആൻസിലറി എന്ന് പറയുന്നത്. ദെൻ സാനിറ്ററി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോയ്ലറ്റ്സും ഡേർട്ടി യൂട്ടിലിറ്റി ബാക്ക് സൈഡിൽ വരുന്ന ആ ഏരിയയൊക്കെയാണ് സാനിറ്ററി ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ മാം, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, നഴ്സസ് റൂം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നഴ്സിംഗ് ഇവിടെ വരുന്നത് ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ, ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ പേഷ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും ആ ഒരു സെക്ഷനിൽ, ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ആദ്യം വരുമ്പോ അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടാവും അല്ലെ, പേഷ്യന്റ് ഉണ്ട്, ഒരു നഴ്സിംഗ് ഏരിയ ഉണ്ടാവും. ഏരിയ മീൻസ് ഇതുപോലെ നഴ്സസ് അറ്റൻഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേസിലെ, അതാണ് നഴ്സിംഗ് ഏരിയ. കൗണ്ടർ മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒ പിയിൽ അങ്ങനെയുള്ള ഓരോ സെക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ഒ പി സെക്ഷനിൽ കുറച്ച് നഴ്സസ് ഉണ്ടാവും. അല്ലാതെ വരുന്ന വേറെ ഏതാ, ഇപ്പൊ നമ്മള് ഇപ്പൊ ലാബില് വേറെ അങ്ങനെ ഓരോ സെക്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ലേ നഴ്സുമാരെ, അതാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു വാർഡിൽ എന്തൊക്കെ ഉണ്ട് എന്നല്ല പറയുന്നത്, അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഉണ്ട് എന്നല്ലോ. നമ്മൾ ക്ലിനിക്കൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നേഴ്സും പേഷ്യന്റും ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ. നേഴ്സും പേഷ്യന്റും ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കാരണം നിങ്ങൾക്ക് ഇത് കൂടുതൽ എക്സാമ്പിൾ നമുക്കിത് പറയാൻ പറ്റില്ല. കാരണം ഇത് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇപ്പോ പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ, അത് ഏത് കമ്പോണന്റ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ കമ്പോണന്റ്സ് ഓഫ് വാർഡ്, അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ എക്സാം. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രിന്റഡ് നോട്ടിൽ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ വേണം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ കേട്ടോ. മെയിൻ ആയിട്ട് ചോദിച്ചു വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന്. ഇപ്പൊ പാൻട്രി അല്ലെങ്കിൽ ഡേ റൂം, ട്രോളി ബാഗ്, വിച്ച് ഐഡന്റിഫൈ വിച്ച് കമ്പോണൻസ് ഓഫ് വാർഡ്, ഏത് കമ്പോണൻസിലാണ് അത് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചു വരുന്നത് കേട്ടോ. നിങ്ങൾ അതിന്റെ ഉള്ളിലത്തെ മാത്രം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകണേണ്. ദെൻ നിങ്ങൾ ഇനിയൊന്നും മ്യൂട്ട് ചെയ്യണോട്ടോ. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം, പക്ഷെ ഇടയ്ക്കിട്ട് ചോദിക്കുമ്പോ അതൊരു നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഇതാവരുതും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് അല്ലെ. അതായത് നല്ലൊരു വാർഡ് മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്, നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. രണ്ട് പോയിന്റ്സ് വെച്ച് നമുക്ക് പറയാം കേട്ടോ. ഫസ്റ്റത്തെ എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. അതായത് നമുക്കറിയാം ഒരു വാർഡിൽ പെരുമാറേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ, ഓരോ പ്രോട്ടോകോൾസ് ഒക്കെ ഇല്ലേ, നിയമങ്ങളും കാര്യങ്ങളൊക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോ സന്ദർശന സമയം ഇത്ര ടൈമിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ എന്താ പറയാ ഓരോ പോളിസി പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരു വാർഡ് പാലിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോളോ പോളിസി ആൻഡ് പ്രോട്ടോകോൾസ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ്, അതായത് ഒരു വാർഡില് നിർവഹിക്കേണ്ട ഒത്തിരി ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. അത് അങ്ങനെ ഒരു ചുമതലയെ കുറിച്ച് സ്വയം ഒരു അറിവ് വേണം. നല്ലൊരു ആ വാർഡിൽ നിൽക്കുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് എന്ത് വേണം, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാർഡിൽ ചെയ്യേണ്ടത് അതിനെ പറ്റിയുള്ള ഒരു അറിവ് വേണം. പ്ലാനഡ്. അപ്പൊ അടുത്ത് ഫസ്റ്റ് രണ്ട് പോയിന്റ് ഒക്കെ ആയല്ലോ. ഇനി അടുത്ത രണ്ട് പോയിന്റ് നോക്കാം. എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്, ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. A planned program for each day's work. ഓരോ ദിവസത്തെ വർക്കിനെ പറ്റി അല്ലെങ്കിൽ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു പ്ലാൻ ചെയ്യണം. ഒരു പ്ലാനഡ് പ്രോഗ്രാം ആയിരിക്കണം. ഓരോ ദിവസത്തെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ വാർഡിൽ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യുക. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. ഓരോ കൃത്യസമയം
കൃത്യസമയത്ത് തന്നെ ഓരോ ദിവസവും എന്ത് ചെയ്യാം, ബിഗിൻ ചെയ്യുക. പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് ആ ഒരു ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വാർഡില്, അതെല്ലാം ബിഗിൻ ചെയ്യേണ്ടത് കൃത്യസമയത്തായിരിക്കണം. Then അടുത്ത പോയിന്റ് നോക്കാം. Preventing interruptions, establishment of ward routine. Preventing interruptions. Interruptions means എന്താണ്? നമുക്കൊരു തടസ്സപ്പെടുത്തുന്ന എന്നൊക്കെ പറയാറില്ലേ? നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൊട്ടീൻ. ഒരു വാർഡിൽ റൊട്ടീൻ ഉണ്ട്. റൊട്ടീനായിട്ട് വാർഡിൽ കാര്യങ്ങളൊക്കെ നടത്താറില്ലേ? ഇപ്പോൾ നഴ്സസ് വന്നിട്ട് പേഷ്യൻസിന്റെ ബിപിയും ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർ 3 ടൈമില് മരുന്ന് തരും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ നമുക്ക് തരാറുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാർഡ് റൊട്ടീൻ, വാർഡ് ദിനചര്യകൾ എന്നൊന്നും നമുക്ക് പറയാം, വാർഡ് റൊട്ടീന് അല്ലെ? അപ്പൊ വാർഡ് ദിനചര്യം സ്ഥാപിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നതും, അതായത് എന്തെങ്കിലും അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ വാർഡ് ദിനചര്യങ്ങൾ റൊട്ടീൻസ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അവിടെ എന്തെങ്കിലും ഇന്ററപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് പ്രോപ്പർ ആയിട്ട് ഒരു വാർഡിൽ ചെയ്യേണ്ട കാര്യങ്ങള് ആ ഒരു റൊട്ടീൻ പോലെ ഡേ ടു ഡേ കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കാം. യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ establishment of ward policy. Use of democratic methods. Democratic means ജനാധിപത്യം. ജനാധിപത്യത്തിലെ മെത്തേഡുകൾ എന്താ പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലെ? അവിടെ ജനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ? പേഷ്യൻസ് ആണ് അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യൻസ് ആണ് അവിടെ ക്ലയന്റും അല്ലെങ്കിൽ കസ്റ്റമറും എന്നൊക്കെ പറയുന്നത് പേഷ്യൻസിന് തന്നെയാണ്. സോ പേഷ്യൻസിന് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് വേണം ഒരു വാർഡ് പോളിസിയിൽ ഉൾപ്പെടുത്താൻ. അതായത് പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് നൽകുന്നത് എന്താണോ അത്തരത്തിലുള്ള ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ആണ് ഒരു വാർഡ് പോളിസിയിൽ കൊണ്ടുവരേണ്ടത്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓറിയന്റേഷൻ മീൻസ് പരിഷ്കരണം അല്ലെങ്കിൽ പരിഷ്കരിക്കുക എന്നുള്ള ഒരു മീനിങ് ഇല്ലേ? ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫ് മെമ്പേഴ്സുകളെയൊക്കെ പരിഷ്കരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുക, പുതിയ സ്റ്റാഫുകളെ കൊണ്ടുവരിക, അവർക്കുള്ള ഓറിയന്റേഷൻ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരും? ഓക്കെ ആണോ? കാണുന്നില്ലേ? ഓക്കെ. Maintenance of new staff members. അല്ലെ? Maintenance of suitable environment. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല എല്ലാവരും? ചിലവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം. പക്ഷെ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ബാക്കിയുള്ളവർ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ കണ്ടിന്യൂ ചെയ്യാനാണ്, മ്യൂട്ട് ചെയ്യണോട്ട് എല്ലാവരും. ഓക്കെ, മെയിൻ്റെനൻസ് ഓഫ് സ്യൂട്ടബിൾ ഡെവലപ്പ് എൻവയോൺമെന്റ്. നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then provision of supplies and equipments for efficient work. Provision of supplies and equipments for efficient work അല്ലെ? അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമതയ്ക്കും അല്ലെങ്കിൽ ജോലിക്കുമായിട്ട് ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കുക, സപ്ലൈ ചെയ്യുക. വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എക്യുപ്മെന്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then clear cut doctors and nurses orders. അതായത് ക്ലിയർ കട്ട് മീൻസ് നല്ല രീതിയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഉത്തരവുകളും ഡോക്ടർമാരും നഴ്സസും പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വ്യക്തമാക്കി കൊടുക്കണം, വ്യക്തമാക്കുക. Accurate records, full reports. Accurate. മാം കുറച്ച് സ്ലോ വെക്കോ? സ്പീഡ് ആവുന്നുണ്ടോ? പോയിന്റ് സ്ലോലി പറയോ? ഓക്കെ ഓക്കെ ഓക്കെ. പോയിന്റ് കാണുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? മാം ഇപ്പൊ പറഞ്ഞ പോയിന്റ് കാണുന്നില്ല സ്ക്രീനില്. സ്ക്രോൾ ചെയ്യൂ. Accurate record. കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്.
ഇപ്പൊ സ്ക്രീൻ ക്ലിയർ ആണോ? ഫാക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലെന്നാണോ? സ്ക്രോൾ ചെയ്താൽ മതി. ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ സൈറ്റിലുണ്ട്, റൈറ്റ് സൈഡിൽ താഴെയായിട്ട്. എല്ലാരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? സ്ക്രീൻ കാണുന്നില്ല, പക്ഷെ നമ്മള് സ്ക്രീൻ ഉണ്ട് മാഡം, പക്ഷെ സ്ക്രോൾ ചെയ്തിട്ട് മാം ഇപ്പൊ പറയുന്ന പോയിന്റ് താഴെ കിടക്കുന്ന പേജ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇപ്പോഴോ? ഇപ്പൊ നിങ്ങൾക്ക് ഏതാ സ്ക്രീനിൽ കാണുന്നത്? പ്രൊവിഷൻ വരെ, ലാസ്റ്റ് സപ്ലൈസ്. ആദ്യം നന്നായി കാണായിരുന്നു. പ്രൊവിഷൻ ഓഫ് ഇപ്പൊ സപ്ലൈസ് കാണുന്നില്ല. വരെ കിടക്കണം. പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് വരെ കിടക്കുന്നുള്ളൂ അല്ലേ? ഉം. ഓക്കെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ ആയിരുന്നല്ലോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? വ്യത്യാസം ഉണ്ടോ? ആ പോയിന്റ് തന്നെ ഇപ്പൊ കിടക്കണേ. ഏതാ? സ്ക്രീൻ സ്ക്രോൾ ആവുന്നില്ല. ഓക്കെ ഓക്കെ, നമുക്ക് റെഡി ആക്കാം. നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടോ? ഉണ്ട് മാം. ഇല്ല. ഓക്കെ, കോപ്പി ഉള്ളവരൊന്ന് കോപ്പി എടുക്കണേ. ആ കോപ്പി എടുക്കണേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ആയി മാം. ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ? കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ആക്യുറേറ്റ് റെക്കോർഡ്സ് വരെയല്ലേ പറഞ്ഞത്? ഓക്കെ, ആക്യുറേറ്റ് റെക്കോർഡ്സ് ഫുൾ റിപ്പോർട്ട്സ്. ഇവിടാണെങ്കിൽ ഭയങ്കര ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മൊത്തത്തിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ടെക്നിക്കൽ ഭാഗത്തായിരിക്കാം. ദെൻ ഓരോരുത്തർക്കും അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് റേഞ്ചിന്റെ പുറത്തായിരിക്കും. ഓക്കെ, മാം ക്ലിയർ ഇല്ലല്ലോ മാം പറയണത്. ഓക്കെ മാം. എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ്സാവുണ്ട് മാം, ഇടയ്ക്ക് മിസ്സാവുണ്ട്. ആണല്ലോ, അത് നിങ്ങളുടെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. ഇപ്പൊ മഴയൊക്കെയല്ലേ, അപ്പൊ ഓരോരുത്തർക്കും കുറച്ചു പേർക്ക് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാനാണ് കേട്ടോ. അന്നേരം ഫ്ലോ കിട്ടില്ല നമുക്ക്. ഓക്കെ, then accurate records full reports. Accurate records full report എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യുക. Then maintenance of high morale among all staff members. Maintenance high morale. Morale means ഒരു മനോവീര്യം, ഒരു ധൈര്യമൊക്കെ കൊടുക്കാനൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോ സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരു മനോവീര്യമൊക്കെ കൊടുക്കുക. Then establishment of good working relationship within the ward and with other associates. അതായത് ഇപ്പോ വാർഡിനുള്ളിലും അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഒരു ഹോസ്പിറ്റലില്,
ഒരു വാർഡിനുള്ളിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു പ്രവർത്തന ബന്ധം സ്ഥാപിക്കണം. നമ്മളുടെ വാർഡിൽ മാത്രമല്ല ബാക്കി ഡിപ്പാർട്ട്മെന്റിലും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. Then delegation of responsibility. Delegation means പ്രതിനിധി, ഒരു ഉത്തരവാദിത്തങ്ങൾ ഒരു പ്രതിനിധിയായിട്ട് അത് ഏറ്റെടുക്കണം, ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. Then വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്, അതായത് അസൈൻമെന്റ്സുകളൊക്കെ എല്ലാം വെൽ പ്ലാൻഡ് ആയിരിക്കണം എന്ന്. അതായത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ, ആസൂത്രണം ചെയ്യുക. Then well arranged time for personnel, അല്ലെ, അതായത് ഒരു ക്രമീകരിച്ച സമയം എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടാകുമല്ലോ, നഴ്സുമാരും സ്റ്റാഫുകളൊക്കെ ഇല്ലേ, അവർക്കെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിങ് കൊടുക്കുക, ക്രമീകരിച്ചിട്ടുള്ളൊരു സമയം, അല്ലെങ്കിൽ ക്രമീകരിച്ച സമയം ഒരു ക്രമീകരിക്കണം അവർക്ക്. അതായത് വർക്കിന്റെ ടൈം, ഇത്ര ഡേയ്സ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുക. ലാസ്റ്റ് വൺ, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, അല്ലെ, നല്ല രീതിയിൽ ഒരു അധ്യാപനവും ഒരു മേൽനോട്ടവും വഹിക്കുക, അല്ലെ, എല്ലാവരുടെയും സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്നൊക്കെ വേണം അവരുടെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അങ്ങനെയുള്ള ഒരു നല്ലൊരു ടീച്ചിങ്ങും അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ, ഒരു മേൽനോട്ടവും കൂടി അവർക്ക് കൊടുക്കുക. ഇത്രയും പോയിന്റ്സ് ആണ് ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു വാർഡ് മാനേജ്മെന്റ് ഇൻവോൾവ്ഡ് ആവുന്ന ഒരു ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഈ പോയിന്റ്സുകളൊന്ന് വായിച്ചു നോക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, വായിച്ചോളൂ കേട്ടോ പോയിന്റ്സ്. മാം 5th പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഓക്കെ. പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻസ്, അല്ലെ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു വാർഡ് റൂട്ടീൻ ഉണ്ട്, അല്ലെ, ഇപ്പൊ ഡോക്ടേഴ്സ് ഒരു റൗണ്ട്സിന് വരുന്നത് പോലെ തന്നെ ഒരു വാർഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓരോ ദിവസവും ഇപ്പൊ നഴ്സ് വന്നു, ടെമ്പറേച്ചർ നോക്കുന്നു, BP നോക്കുന്നു, അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓരോ റെക്കോർഡ് പോലെ, ഒരു റിപ്പോർട്ട് പോലെ അവർ എഴുതിയെടുക്കാറുണ്ട്, അല്ലെ. അപ്പോ അങ്ങനെയുള്ള വാർഡ് റൂട്ടീൻസ്, അതായത് വാർഡിലെ തിരിച്ചറിയങ്ങള് സ്ഥാപിക്കുന്നതിന് അതായത് അങ്ങനെയുള്ളതെല്ലാം പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണം. അതിന് ഇന്ററപ്ഷൻ ആയിട്ടുള്ള തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് തന്നെ ഒരു വാർഡ് റൂട്ടീൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. ഓക്കെ മാം 10th പോയിന്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സ് ഓർഡർ. ക്ലിയർ കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, ഇപ്പോ നഴ്സിന്റെയും ഡോക്ടർമാരുടെയും ഉത്തരവുകളൊക്കെ ക്ലിയർ കട്ട് വ്യക്തമാക്കി തന്നെ എന്ത് ചെയ്യണം, പേഷ്യൻസിനോടൊക്കെ പറയുകയാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്ന് ലാബ് ടെസ്റ്റുകൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരാനൊക്കെ പറയില്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഡോക്ടറും നഴ്സുമാരും പറയുന്നത്, അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ കട്ട് നല്ല രീതിയിൽ തന്നെ വ്യക്തമാക്കി തന്നെ വേണം പേഷ്യൻസിനോടും കൂടി പറയുക. നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം ഒന്ന് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. ഡെലിഗേഷൻ ഓഫ് മൊറൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനോവീര്യം, ധൈര്യം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തർ വർക്ക് ചെയ്യുമ്പോ നമുക്കൊരു സപ്പോർട്ട്, നമുക്ക് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു മനോധൈര്യം അല്ലേ, നമുക്ക് കൂടെ പ്രവർത്തിക്കാൻ. സോ അങ്ങനെയുള്ളൊരു മനോവീര്യം പകർന്നു കൊടുക്കുക. ഡെലിഗേഷൻ എന്താ? ഏതാ ഡെലിഗേഷൻ? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ പ്രതിനിധി. പ്രതിനിധി മീൻസ് ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരു ലീഡർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പ്രതിനിധിയായിട്ട് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഒരു ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. പാടില്ല കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് സിസ്റ്റം സ്റ്റാഫുകൾക്കൊക്കെ, അത് നമ്മളൊരു പ്രതിനിധിയായിട്ട് എന്ത് ചെയ്യുക, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറെ ടേമുകളൊക്കെ നിങ്ങളെ കേൾക്കാത്തതൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ഇത്ര മാത്രം വിചാരിക്കുക, കുറെ ഒന്നും നിങ്ങൾ കടന്ന് പഠിക്കുന്നത് വേണ്ട. നിങ്ങൾക്ക് PDF കോപ്പി തന്നിരിക്കുന്നത് എന്തൊക്കെയാണോ അത് തന്നെ പ്രോപ്പർ ആയിട്ട് ഒന്ന് പഠിച്ചു പോകാം. എക്സ്ട്രാ വല്ല നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സും തരും കേട്ടോ. ഓക്കെയാണോ? വായിച്ചോ?
ഓക്കെ വായിച്ചു മാം. ഓക്കെ. വായിച്ചു. ദെൻ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. എളുപ്പമാണ്. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. ഇനി ഒരു വാർഡ് ക്ലർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു സെക്രട്ടറിയുടെയോ ഡ്യൂട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി നോക്കാം. ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് വായിച്ചിട്ട് നമുക്ക് ഓരോന്നിന്റെയും എന്താ പറയാ ഒരു നമുക്ക് അതിന്റെ മീനിങ് പറയാം. നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഒരാളൊന്ന് ഫസ്റ്റ് 2 പോയിന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. 2 പോയിന്റ്സ് വായിക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വായിക്കാമോ ഒരാള്? ഓക്കെ, ആരുമില്ല വായിക്കാൻ? Compiling and recording medical charts, reports, and correspondence. Customers' needs assessment, meeting quality standards for services, and evaluation of customer satisfaction. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. കമ്പൈലിംഗ് മീൻസ് എന്താണ്? കമ്പൽസറി എന്നൊക്കെ പറയില്ലേ? നിർബന്ധമായിട്ടും കൃത്യമായിട്ടും അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് എന്നുള്ളൊരു ടേം നമ്മൾ പറയാറുണ്ട് അല്ലെ? ആ സെയിം ടേം തന്നെയാണ് കമ്പലിംഗ്. അപ്പോ കമ്പലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. കമ്പലിംഗ് മീൻസ് നിർബന്ധമായിട്ടും മെഡിക്കൽ ചാർട്ട്, ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ചാർട്ടുകളും റിപ്പോർട്ട്സുകളും, കറസ്പോണ്ടൻസ് മീൻസ് അതെല്ലാം നിർബന്ധമായിട്ടും ശേഖരിക്കുക, കറസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അവരുടെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ശേഖരിക്കണം. അതാണ് ഒരു വാർഡ് ക്ലർക്കിന്റെ പൂർണ്ണമായിട്ടുള്ള ഡ്യൂട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് compelling and recording medical charts, reports and correspondence. അപ്പൊ അതായത് മെഡിക്കൽ ചാർജുകളും റിപ്പോർട്ടുകളും അങ്ങനെ ഇതെല്ലാം എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. സെക്കൻഡ് പോയിന്റ് വായിച്ചത് നോക്കാം. കസ്റ്റമേഴ്സ് നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസസ് ആൻഡ് evaluation of customer satisfaction. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? കസ്റ്റമർ ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ. നമ്മൾ കസ്റ്റമർ മീൻസ് ഉപഭോക്താക്കള്, നമ്മൾ വാങ്ങിക്കുന്ന സേവനങ്ങളും ഇതെല്ലാം വാങ്ങിക്കുന്ന ആരാണോ അതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. സോ ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ? അപ്പോ കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ് എന്താണോ? നീഡ്സ് മീൻസ് അവരുടെ ആവശ്യങ്ങൾ അല്ലെ? അപ്പോ ഇപ്പോ ഇവിടെ ഉപഭോക്താക്കൾ എന്നല്ല, പേഷ്യൻസ് തന്നെ നമുക്ക് കസ്റ്റമറിനെ പറയാം അല്ലെ? അപ്പോ പേഷ്യൻസിന് അതായത് രോഗികൾക്ക് അവർക്കായിട്ടുള്ള സേവനങ്ങൾക്കായിട്ടുള്ള ഈ എന്താ പറയാ ഒരു മീറ്റിംഗ് ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസസ്, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളുടെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ ക്വാളിറ്റിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി, ആ ഒരു മാനദണ്ഡങ്ങൾ, ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, അങ്ങനെയുള്ളൊരു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതും പിന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് വിലയിരുത്തേണ്ട ചുമതലയും കൂടി ആർക്കുണ്ട്? വാർഡ് ക്ലർക്കിനുണ്ട്. ഒന്നുകൂടി പറയാം. അതായത് കസ്റ്റമർ നീഡ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ്. അതായത് കസ്റ്റമറിനായിട്ടുള്ള സേവനങ്ങൾക്കായിട്ടുള്ള കസ്റ്റമറിന്റെ സേവനങ്ങൾ അല്ലെ? പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളുടെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡങ്ങളൊക്കെ വിശദീകരിക്കുക. ദെൻ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനെ വിലയിരുത്തുക. കസ്റ്റമറിന്റെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ? നഴ്സസിന്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ആള് സാറ്റിസ്ഫാക്ഷൻ ആണോ? സംതൃപ്തി ഉണ്ടോ അവിടുത്തെ ട്രീറ്റ്മെന്റില് അല്ലെങ്കിൽ അവരുടെ പരിചരണത്തിലൊക്കെ ആള് പേഷ്യന്റ് സംതൃപ്തി ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം? വിലയിരുത്തുക. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഒന്നും രണ്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഒന്നാമത്തെ പോയിന്റ് വായിക്കുക, രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിക്കുക കേട്ടോ.
ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാം. Provide support to healthcare staff and ensure appropriate maintenance of patients' care unit. ഇവിടെ എന്താ പറയുന്നത്? പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ്. ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? ഹെൽത്ത് കെയർ ജീവനക്കാർക്ക് ഒരു പിന്തുണ കൊടുക്കുക, അല്ലെ? അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു പിന്തുണ കൊടുക്കുക. എന്താണ് പറയുന്നത്? പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. അതായത് പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ ഉചിതമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉചിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും അവർക്ക് ഉറപ്പുവരുത്തണം. അതായത് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുകയും ഒപ്പം തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫിന് കുറച്ച് സപ്പോർട്ടീവായിട്ട് സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? വാർഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം. ഹെൽത്ത് കെയർ സ്റ്റാഫിന് അവർക്ക് എന്ത് ചെയ്യുക? ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ കൊടുക്കുക, അല്ലെ? അവർ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കൊരു അവരുടെ ആ ഒരു സേവനത്തിന് ഒരു പിന്തുണ കൊടുക്കുകയും ദെൻ പേഷ്യന്റ് കെയർ യൂണിറ്റിന് അവർക്കൊരു നല്ല പേഷ്യൻസിന് കെയർ യൂണിറ്റിന് ഉചിതമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. നോക്കാം. ഇവിടെ പറയുന്നത് അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അല്ലെ? കാര്യക്ഷമമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, അതായത് കാര്യക്ഷമമായിട്ടുള്ള ഒരു ആശയവിനിമയ ശൃംഖല തന്നെ അവര് സ്ഥാപിക്കണം. അതായത് കാര്യങ്ങളൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കുണ്ട്? വാർഡ് ക്ലർക്കിനുണ്ട്, അല്ലെ? കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫ്ലോ ഓഫ് ട്രാഫിക്, ഇനി ട്രാഫിക് സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? നിയന്ത്രിക്കണം, അല്ലെ? ഫ്ലോ ഓഫ് ട്രാഫിക്കിനെ മാനേജ് ചെയ്യുക. ഒരു ട്രാഫിക്കിന് ഉദ്ദേശിക്കുന്നതേ നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇപ്പൊ പേഷ്യൻസിനെ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരാറില്ലേ? ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെ? അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ അങ്ങനെ വരുന്ന ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അതിനൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഒരു വാർഡ് ക്ലർക്കിന് ഉണ്ട്. ഓക്കെ, ഇതിൽ കൂടുതലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ ഇട്ടിട്ട് പറയാൻ പറ്റും. ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ അതേപടി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്ക് മാക്സിമം എക്സാമ്പിൾ തരാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ഇട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. പക്ഷെ ചില പോയിന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. നിങ്ങൾ കൂടുതൽ അങ്ങനെ ഇത് ടഫാണ് ഓർത്ത് കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആ നോട്ട്സിൽ എന്താണോ ആ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഫ്ലോ ഓഫ് ട്രാഫിക് ട്രാഫിക് മീൻസ് നമുക്ക് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യില്ലോ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അതുപോലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇപ്പൊ ആംബുലൻസോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തൊക്കെ കൊടുക്കൂലേ? അതെല്ലാം ഈ ഒരു വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണെന്ന്. നമ്മളൊരു ഹോസ്പിറ്റലിൽ വേറെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ വരുന്നത് പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ട്രാഫിക്കിനായിരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then next point നോക്കാം. Provides assistance to all nurses and ensure appropriate cleanliness of all units. നോക്കാം. പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ്, അല്ലെ? അതായത് എല്ലാ നഴ്സസിനും എന്ത് ചെയ്യുക? ഒന്ന് അസിസ്റ്റ് ചെയ്യുക. അവരുടെ കാര്യങ്ങളൊക്കെ അവര് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യണം നഴ്സസിന്, അല്ലെ? ദെൻ എന്താ വേണ്ടത്? അസിസ്റ്റൻസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എൻഷ്യൂർ അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്സ്. ക്ലീൻനെസ് മീൻസ് നമ്മള് എന്താ കൃത്യമായിട്ട് ക്ലീൻ ആണോ, ശുചിത്വം കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാ യൂണിറ്റ്സിലൊക്കെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. നഴ്സസിന് ഒരു അസിസ്റ്റൻസ് പോലെ ചെയ്യുക. എല്ലാ യൂണിറ്റിലും ഉചിതമായിട്ട് നല്ല രീതിയിൽ
അല്ലെങ്കിൽ ശുചിത്വം ക്ലീൻനെസ് ഒക്കെ ആണോ, എല്ലാ യൂണിറ്റ്സും പ്രോപ്പർ ആണോ, കുഴപ്പമൊന്നുമില്ലല്ലോ, നീറ്റ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കേണ്ടത് കൂടി ഉത്തരവാദിത്തമുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. Okay, maintain and update patient database on computers and notify nursing staff on all diagnosis. എന്താണ് ഇവിടെ പറയുന്നത്? മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. നമുക്കറിയാം ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും, ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും നമ്മൾ ചെല്ലുമ്പോ നമ്മൾ റിസപ്ഷനില് നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട് അല്ലേ? അവര് ബുക്കിൽ എഴുതി എടുക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറിലല്ല അവർ ഫീഡ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ പോയിട്ടില്ലേ ആരും? അതെ. അല്ലെ? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? അപ്പോ അങ്ങനെയുള്ള, അതായത് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡാറ്റകളും കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക അല്ലെ, പരിപാലിക്കുകയും ചെയ്യുക. Then പിന്നെന്താ പറയുന്നത്? ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്താ മീനിങ്? ഡയഗ്നോസിസ് രോഗനിർണയങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ രോഗനിർണയം എന്ത് ചെയ്യണം? നഴ്സിംഗ് സ്റ്റാഫിനെ അറിയിക്കുകയും ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്കോ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, രോഗനിർണയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? മറ്റ് ആ ഒരു സ്റ്റാഫുകളെ കൂടി അറിയിക്കണം. വാർഡ് ക്ലർക്കിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് എന്ത് ചെയ്യാം? മറ്റ് സ്റ്റാഫുകളോട് കൂടി അറിയിക്കുക. Then coordinate with various departments and ensure proper service and supply of unit. Coordinate with various departments and ensure proper service and supplies of unit. കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒത്തൊരുമിച്ച് ഒന്ന് പ്രവർത്തിക്കുക അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക. Then ancillary reports. Ancillary means എന്താണ് ancillary? ഓർമ്മയുണ്ടോ? പാൻട്രി, ഡേ റൂം. ഓക്കെ, ആൻസിലറി ആ ഒരു ടേമിന്റെ മീനിങ്, അതായത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അനുബന്ധം എന്നൊക്കെ പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ കോർഡിനേറ്റ് വിത്ത് മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഒരു ഏകോപിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ആ മറ്റു ഡിപ്പാർട്ട്മെന്റുകളോട് കൂടി ഒത്തുചേർന്ന് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ദെൻ ഒരു ആൻസിലറി റിപ്പോർട്ട്സ്, അനുബന്ധ റിപ്പോർട്ട്സുകളും എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്നിട്ടുള്ള, സോറി നിങ്ങൾക്ക് ഈ പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? കോർഡിനേറ്റ് ആയിരുന്നല്ലേ പറഞ്ഞത്? കോർഡിനേറ്റ് അല്ലേ പറഞ്ഞത്? ഓക്കെ. സോറി, കോർഡിനേറ്റ് വിത്ത് വേരിയസ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും പ്രോപ്പർ സർവീസ് ആൻഡ് സപ്ലൈ ഓഫ് യൂണിറ്റ് അല്ലെ, യൂണിറ്റിന്റെ ശരിയായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സേവനവും അല്ലെങ്കിൽ സപ്ലൈസ് ഒക്കെ എന്ത് ചെയ്യുക, വിതരണവും ഉറപ്പാക്കുകയും ചെയ്യണം. അതായത് നല്ല രീതിയിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും പിന്നെ സേവനങ്ങൾ അല്ലെ, പേഷ്യൻസിന് വേണ്ടുന്ന സേവനങ്ങൾ നല്ല രീതിയിൽ അത് പ്രോപ്പർ ആയിട്ട് തന്നെ സപ്ലൈ ചെയ്യുകയും ചെയ്യണം. Then അടുത്ത പോയിന്റ്, prepare and update patient charts with ancillary reports and forms from various departments. ഒന്നുകൂടി ഒന്ന് നോക്കാം. Prepare and update patient charts with ancillary reports and forms from various departments. അല്ലെ, പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ ചാർട്ട് അതെന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യുകയും അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. പ്രിപ്പയറും ചെയ്യാം, അതോടൊപ്പം തന്നെ എന്ത് വേണം? അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. വിത്ത് ആൻസിലറി റിപ്പോർട്ട്. വിത്ത് ആൻസിലറി റിപ്പോർട്ട് മീൻസ് നമുക്കറിയാം ഒരു ആൻസിലറി, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകളും തമ്മിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം, അത് പ്രിപ്പയർ ചെയ്യുകയും വേണം. Then ഫോം ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് വിവിധ വകുപ്പുകളിൽ നിന്നും അല്ലെ,
അതായത് ആൻസിലറി റിപ്പോർട്ട്സ്, അതായത് വിവിധ വകുപ്പുകളിൽ നിന്നും പേഷ്യൻസിന്റെ ഓരോ ചാർട്ട് റിപ്പോർട്ടുകളും എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുകയും ഒരു എന്താ പറയാ റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും അല്ലെങ്കിൽ ഫോമുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് ആ ഒരു അപ്ഡേറ്റ് പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള ചാർട്ട്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയുണ്ടോ പോയിന്റ്സ്? ഇനിയുണ്ടോ? 4 പോയിന്റ്സും കൂടി ഉണ്ട് കേട്ടോ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആൻസിലറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് മാം വരുന്നത്? അതായത് ഇപ്പൊ അനുബന്ധ, അതായത് പേഷ്യൻസിന്റെ റിപ്പോർട്ട്സ് ഓൾറെഡി ഉണ്ടാവും. അനുബന്ധ റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യില്ല, വേറെ എക്സ്ട്രാ ടെസ്റ്റുകളൊക്കെ നമ്മൾ ഒരു പേഷ്യന്റ് കിടക്കുമ്പോൾ തന്നെ നമ്മളോട് ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യണം. ചിലപ്പോ എന്താ പറയാ ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല, അല്ലാതെ തന്നെ ഒത്തിരി പാരാലജി ടെസ്റ്റുകളോ അല്ലെങ്കിൽ ആ രോഗത്തിന് സംബന്ധിച്ച് വരുന്ന എക്സ്ട്രാ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോ അതിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് എഴുതാറൊക്കെ ഉണ്ട് ടെസ്റ്റുകൾ, അല്ലെ? അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ റിപ്പോർട്ടാണ് ഈ ആൻസിലറി അനുബന്ധ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൾറെഡി അവര് നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതോടൊപ്പം തന്നെ ആൻസിലറി റിപ്പോർട്ട്സ്, ഇതുപോലുള്ള എക്സ്ട്രാ വരുന്ന ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സ് ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Maintain discharge summary reports for all patients and keeps records of all patients and send medical records to MRD after the discharge of patient. Maintain discharge summary. നമ്മൾ പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്മറി പോലത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കൂട്ടത്തിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറിയിൽ കാര്യങ്ങൾ ഉണ്ടാകും. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ടാവുന്നു? അതായത് നമുക്ക് അതുവരെ തുടർന്ന് നൽകിയ ട്രീറ്റ്മെന്റ്സിന്റെ വിവരങ്ങൾ ഉണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ കഴിച്ച മെഡിസിൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മെഡിസിൻ റിപ്പോർട്ടുകളും ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ ഇപ്പോഴത്തെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടോ, അപ്പൊ ആ ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അല്ലെ? അതുവരെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി എത്ര ദിവസം അഡ്മിറ്റഡ് ആയോ അത്രയും ഡേയ്സ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ്സും, അല്ലെങ്കിൽ എന്താ പറയാ എത്രത്തോളം ട്രീറ്റ്മെന്റ്സ് അവർ കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സിൽ വരുന്നത്. അപ്പോ മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യന്റ്, അല്ലെ? അപ്പോ എല്ലാ പേഷ്യൻസിന്റെയും ഈ ഡിസ്ചാർജ് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, സൂക്ഷിക്കുകയും കീപ്സ് റെക്കോർഡ് ഓഫ് ഓൾ പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ ഒരു ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. Then and send the medical records to MRD. എന്താണ് MRD? അറിയോ? മെഡിക്കൽ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണേ, ഒന്നും സ്റ്റാർ ഇട്ടൊന്നും കൊടുക്കാണ്ട കോപ്പിയുള്ളവര്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ഫുൾ ഫോം ഒക്കെ ഇട്ട് ചോദിക്കാറുണ്ട് എപ്പോഴും. MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് മാർഗം വരുന്നുട്ടോ. അപ്പോ ഡിസ്ചാർജ് റിപ്പോർട്ട്, അല്ലെ? പേഷ്യൻസിന്റെ ഡിസ്ചാർജ് റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ആ ഒരു റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യണം. ദെൻ നമ്മൾ ഈ കീപ്പ് ചെയ്ത റെക്കോർഡും സമ്മറിയും മറ്റേ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സിലെ ഇതെല്ലാം ആർക്ക് സെൻഡ് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലോട്ട് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. Administer medical records for all physicians and medical staff and maintain record of attendance. വായിക്കാം, പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. മെയിൻറ്റെയിൻ Okay, administer medical record for all physicians and medical staff and maintain records of attendance. അല്ലെ? എന്താണ് അവിടെ പറയുന്നത്? ഈ ഫിസിഷ്യന്മാർക്കും മെഡിക്കൽ സ്റ്റാഫിനും മെഡിക്കൽ റെക്കോർഡുകൾ നൽകുകയും അവരിലെ അറ്റൻഡൻസ് അതിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തുകയും ചെയ്യുക. അത്രേ ഉള്ളൂ. അതായത് ഫിസിഷ്യന്മാർക്കും സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ്സുകൾ കൊടുക്കുകയും അവരുടെ അറ്റൻഡൻസ് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അടുത്ത പോയിന്റ് നോക്കാം.
Monitor all emergency calls and evacuate facility when required. Evacuate meaning എന്താണ് evacuate? Evaluate നമ്മൾ അറിയാം അല്ലെ? നമ്മൾ evacuate എന്താണ് മീനിങ്? ഒഴിപ്പിക്കുക. ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് അല്ലെ? നമ്മള് ഒഴിവാക്കി മാറ്റി നിർത്തുക എന്നൊക്കെ പറയില്ലേ? അതാണ് ഇവാക്യുവേറ്റ് എന്നുള്ള ഒരു ടേം കേട്ടോ. അപ്പൊ നോക്കാം, മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് അല്ലെ? എമർജൻസി ആയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള എല്ലാ കോളുകളും എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുക. Then evacuate facilitate when required. Evacuate facilitate അതായത് അതില് ആവശ്യമില്ലാത്ത അത്ര ഇമ്പോർട്ടൻസ് എമർജൻസി അല്ലാത്ത കോളുകളെല്ലാം എന്ത് ചെയ്യുക? ഇവാക്യുവേറ്റ് ചെയ്യുക. Then എമർജൻസി ആയിട്ടുള്ള കോളുകളെ മാത്രം മോണിറ്റർ ചെയ്യുകയും ബാക്കിയുള്ളതിന് ആവശ്യമുള്ളതിന് when required ആവശ്യമുള്ളതിന് മാത്രം എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്യുകയും then ആവശ്യമില്ലാത്തത് അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്ന് തോന്നുന്ന കോൾസിലേക്ക് എന്ത് ചെയ്യുക? ഇവാക്യുവേറ്റ് ചെയ്യുകയും ചെയ്യുക. Then ലാസ്റ്റ് പോയിന്റ്സ് നോക്കാം. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്സ് ECG echo etc in medical record. ECG echo. ECG എന്താണ് ECG ഫുൾ ഫോം? ഇലക്ട്രോകാർഡിയോഗ്രാം. ഇതൊക്കെ നമുക്ക് അറിയേണ്ട ടൈമാണ് കേട്ടോ. എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് എപ്പോഴും എല്ലാ ക്ലാസ്സിലും മിക്കപ്പോഴും ECG ഒക്കെ ചോദിക്കാനുള്ള ടൈമുകളാണ്. എളുപ്പമാണ്, പക്ഷെ ചിലപ്പോ ഓപ്ഷനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നേക്കാം. അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് തെറ്റുകളൊക്കെ നമുക്ക് വന്ന് പോകാം. സോ ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ECG ഇലക്ട്രോകാർഡിയോഗ്രാം നോക്കാം. Placing doctor's visit ECG echo etc in medical record അല്ലെ? അതായത് നമുക്കറിയാം ECG echo എടുക്കേണ്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ECG echo തുടങ്ങിയവയൊക്കെ എടുക്കാനായിട്ടും സന്ദർശിക്കാനായിട്ടും ഡോക്ടർമാര് മെഡിക്കൽ റെക്കോർഡിൽ സ്ഥാപിക്കുന്നു. അതായത് മെഡിക്കൽ റെക്കോർഡിൽ അവരെ ഉൾപ്പെടുത്തുന്നു. ഈ ഡോക്ടർമാരാണല്ലോ ECG echo ഒക്കെ വന്ന് എടുക്കുന്നതും. അതിനൊക്കെ എന്ത് വേണം? ഡോക്ടേഴ്സിന്റെ വിസിറ്റ് ആവശ്യമാണ്. ECG മീനിങ് പറഞ്ഞില്ലേ? ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് അല്ലാട്ടോ, ഇലക്ട്രോകാർഡിയോഗ്രാം. നിങ്ങൾക്ക് വേണോ ഫുൾ ഫോം കറക്റ്റ് ആയിട്ട്? ഓക്കെ, ജസ്റ്റ് കമന്റ് ഇടാം, മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ല, ഗ്രാമാണ് കേട്ടോ. ഇലക്ട്രോകാർഡിയോഗ്രാം അതാ പറഞ്ഞത്. ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്തായാലും ചിലപ്പോൾ ഇടും അല്ലെ? നമ്മൾ പെട്ടെന്ന് തന്നെ കാണുമ്പോ ഇലക്ട്രോകാർഡിയോഗ്രാഫ് ആണെന്ന് ഓർത്ത് അതിനെ കൊണ്ടേ കുത്തിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. ഇലക്ട്രോകാർഡിയോഗ്രാം എന്നാണ് ആൻസർ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നോട്ട്ബുക്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഇടയ്ക്ക് പറയാം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിടണേ. അപ്പൊ ഡോക്ടേഴ്സിനെ ECG ഇതിന് വെക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നോട്ട്ബുക്ക് ഉണ്ടോ? എല്ലാവരുടെ കയ്യില് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാം. ഈ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ടുണ്ടോ നിങ്ങള്? എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് ഓക്കെ പേര് എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് പേര് എഴുതാട്ടോ. മാം ചാപ്റ്ററിന്റെ പേരൊന്ന് കാണിക്കോ? ഹോസ്പിറ്റൽ വാർഡ്. ഓക്കെ മാം ആദ്യം കുറച്ച് നോട്ട് തന്നായിരുന്നല്ലോ മാം ഇത് തുടങ്ങിയപ്പോ. പറഞ്ഞായിരുന്നു കുറച്ച്. അതാ ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലേ കയറാത്തവരുണ്ടാവുമല്ലോ. ആദ്യം പഠിപ്പിച്ചില്ലേ, അത് എവിടെ വരെയാണെന്ന് പറയുമോ? എനിക്ക് നോട്ട് എഴുതാനായിരുന്നു, മറ്റേ ഇതിനകത്ത് നോക്കി
പ്രിന്റ് ഔട്ടിനൊന്ന് നോക്കി കുറച്ച് എഴുതാനാണ്. മെയിൻ കമ്പോണൻസ് ഓഫ് വാട്ട്? അല്ലെ കമ്പോണൻസ് വരെയാണ് നമ്മൾ എടുത്തത്. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് വരെ മാം പഠിപ്പിച്ചത്. അതിന്റെ നോട്ട് കുറച്ച് തന്നായിരുന്നു. കുറച്ച് നമ്മൾ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട് അധികം തരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രിന്റഡ് വരുന്ന കാര്യങ്ങൾ മാത്രമേ എക്സാമിൽ ചോദിക്കാറുള്ളൂ. വേറെ ഒന്നും പുറത്തുനിന്ന് അങ്ങനെ എക്സ്ട്രാ ഒന്നും ചോദിക്കില്ല. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് എക്സ്ട്രാ നോട്ട് തരുന്നത്. അപ്പൊ ഞാൻ നോട്ട് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണോ അത് മാത്രം ടീച്ചർ പറഞ്ഞു തന്നെ കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങനെ നോട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ലല്ലോ 1 മണിക്കൂറിന്റെ ക്ലാസ്സിന്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ചെറിയൊരു 2 കാര്യങ്ങളൊന്നും എഴുതാനുണ്ട് നമുക്ക്. ഓക്കെ, MRD എഴുതിക്കോട്ടോ. MRD ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRD ഇതാട്ടോ. മെഡിക്കൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണേ. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRD. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. Then അടുത്ത എഴുതിക്കോളൂ കേട്ടോ. ECG എഴുതിക്കോളണേ. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോ നിങ്ങൾ കറക്റ്റ് ഞാൻ ആ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മ്യൂട്ട് ചെയ്യണേ. ഞാൻ നിങ്ങളോട് ഒത്തിരി പ്രാവശ്യം പറയണോ അങ്ങനെ മ്യൂട്ട് ചെയ്യുന്ന. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ പറയുന്നത് മ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഹർഷ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. കുഞ്ഞിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം എഴുതിയായിരുന്നോ? ECG എഴുതിയില്ലേ? ഓക്കെ, ഈ ഒരു വേർഡ് കൂടി എഴുതിക്കോട്ടോ. ഇവാക്യുവേറ്റ്. ഇവാക്യുവേറ്റ് മീനിങ് ഒന്ന് എഴുതാ. ഒഴിവാക്കുക കേട്ടോ. ഇവാക്യുവേറ്റ് മീനിങ് ഒഴിവാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതൊന്ന് വെറുതെ നോട്ട് ചെയ്തേക്കും. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവാക്യുവേറ്റ് ഒഴിവാക്കുക. സ്പെല്ലിംഗ് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. EVACUATE കമന്റിൽ നോക്കാട്ടോ. ഇവാക്യുവേറ്റ്. Evacuate means ഒഴിവാക്കുക. ഓക്കെ, എഴുതിയോ? ടൈം കഴിയാറായല്ലോ. സോ പിന്നെ ഇത്ര എടുക്കുന്നുള്ളൂ. കുറച്ച് ഫസ്റ്റ് പോർഷനിൽ ഇത്തിരി സ്പീഡ് കൂടിയല്ലേ. നമ്മൾ ഓരോ ക്ലാസ് ഇങ്ങനെ ഫോളോ ചെയ്ത് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് സ്പീഡ് പോണേ കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ടീച്ചർ സ്പീഡ് കുറയ്ക്കുക കേട്ടോ. രാവിലെ തുടങ്ങി ഇങ്ങനെ ഓരോ ക്ലാസ്സിന്റെ ആ ഒരു ഫ്ലോയിൽ സ്പീഡ് കൂടി പോണേണ്. എക്സാം ഇല്ലേ? നമുക്ക് എക്സാമിന് ടൈം കിട്ടിയില്ലല്ലോ. കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാ മാം? മാമിന് എന്നാ ക്ലാസ് ഉള്ളേ? ഓക്കെ, ടൈം ടേബിൾ നമുക്ക് ഇപ്പൊ ഒരു പുതിയ ബാച്ച് കൂടി നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ടൈം ടേബിൾ നമ്മളൊന്ന് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ടൈം ടേബിൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടില്ല. പുതിയൊരു ബാച്ചിന്റെ കൂടി ആയതുകൊണ്ട് ഒരുമിച്ച് ഒന്നും കൂടി ടൈം ടേബിൾ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. എന്നിട്ട് തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എക്സാം ഇടുമ്പം
മിസ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞങ്ങളത് കമന്റ് ചെയ്യണോ അതോ നോട്ടിൽ ആൻസർ ചെയ്യണോ നിങ്ങൾ നോട്ടിൽ ആൻസർ ചെയ്യണം വേണ്ടത്. ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാം. ദെൻ ലാസ്റ്റ് നമുക്ക് ഓരോന്നിന്റെ ആൻസർ പറയും, നിങ്ങൾ അത് ടിക്ക് ചെയ്ത് പോകാം. നിങ്ങൾ തന്നെ മാർക്ക് മാത്രം ഒന്ന് കമന്റ് ചെയ്തിടാം. ഓക്കെ, മാർക്കൊന്നും നമ്മൾ അപ്ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഒരു സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് വിലയിരുത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു എക്സാം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളപ്പോ നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ എക്സാം ഇടണല്ലേ നല്ലത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമല്ലേ. നിങ്ങൾ ഒരുമിച്ച് പഠിക്കണേൽ നല്ലതല്ല ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എക്സാം ഇടാലോ. ഇനി അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമുക്ക് രണ്ടും പറഞ്ഞോട്ടെ. നമുക്ക് ഒരു ചാപ്റ്റർ കഴിയുമ്പം അതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു മോഡൽ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് എഴുതുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ നിന്ന് ടീച്ചർ ഉദ്ദേശിച്ചിരുന്നത്. കഴിഞ്ഞ ബാച്ചില് കഴിഞ്ഞ ക്ലാസ്സില് മോർണിംഗ് ക്ലാസ്സില് അവർക്ക് എക്സാം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നിപ്പോ ഒരു ഉച്ച ടൈമില്ലേ, ടൈം കിട്ടുന്നില്ല. സോ നെക്സ്റ്റ് ഇനിയിപ്പോ വരുന്ന ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. എത്ര വേണമെങ്കിലും ചിലപ്പോ പറയാണ്ട് പ്രതീക്ഷിക്കാണ്ടിടും കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻസ് ഇല്ല. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മൊത്തമായിട്ട് അതൊന്ന് പഠിക്കാം. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഏത് വിധത്തിലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ തയ്യാറായിട്ട് വരിക കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നിങ്ങളൊന്ന് മൊത്തത്തിലൊന്ന് ആ ചാപ്റ്ററിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. എക്സാം ഭയങ്കര പാടാണ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് എക്സാം ഇടാൻ നമ്മുടെ ടൈം കഴിഞ്ഞില്ലേടാ. സോ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം ഇടാം കേട്ടോ. നമുക്ക് 3:30 വരെയല്ലേ നമുക്ക് ടൈം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മാം, ഒരു കൊച്ചു കാര്യം കൂടെ മാം. എന്താ നമ്മുടെ അവസാനത്തെ എക്സാം വരുന്നില്ലേ മാം, 100 മാർക്കിന്റെ ഫൈനൽ വരുന്നത്, 1.5 മണിക്കൂർ വരുന്നത്. അത് നമ്മൾ പോർഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് മുന്നേ ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട് എന്തായാലും കേട്ടോ. ഒരു മോഡൽ എക്സാം മെയിൻ എക്സാമിന് മുന്നായിട്ട് ഒരു മോഡൽ നടത്തും. ഏകദേശം മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും മെയിൻ എക്സാമിന് വരുന്നത് കേട്ടോ. എന്താ അതൊക്കെ ഓൺലൈൻ ആയിട്ടാവോ? എല്ലാം ഓൺലൈൻ തന്നെ ആയിരിക്കും കേട്ടോ. ക്ലാസ് റൂമിൽ MCQ ഇടുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.